എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. കേരള PSC നടത്തുന്ന വിവിധ പരീക്ഷ ഗുണപ്രദമാകുന്ന രീതിയിൽ സെക്രട്ടേറിയറ്റ് OAയുടെ മെയിൻ പരീക്ഷ, അതോടൊപ്പം തന്നെ ഈ നടക്കാൻ പോകുന്ന ലാബസിന്റെ മെയിൻ പരീക്ഷയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ 10th ലെവലിൽ തന്നെ ഇനി നടക്കാൻ പോകുന്ന മറ്റ് മെയിൻ പരീക്ഷയ്ക്കൊക്കെ ഗുണപ്രദമാകുന്ന രീതിയിൽ പ്രീവിയസ് ആയിട്ട് നടന്നിരിക്കുന്ന പരീക്ഷയിലെ ചോദ്യങ്ങൾ പരിശോധിക്കുന്നു. പ്രധാനമായിട്ടും 2024 നടത്തിയിരിക്കുന്ന നമ്മുടെ LDC, LGS ഈ പരീക്ഷകളൊക്കെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ പരിശോധിക്കുന്നു. ആ ചോദ്യവുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ പഠിക്കുക. ആ ഒരു ലക്ഷ്യത്തിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ക്ലാസ് സീരീസ് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. ഇന്നലെ നമ്മളൊരു ചോദ്യം പരിചയപ്പെട്ടു. ആ ചോദ്യവുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ ഒരു ടോപ്പിക്കും പരിചയപ്പെട്ടിരുന്നു. അതിന്റെ തുടർച്ചയായിട്ട് ഇന്ന് മറ്റൊരു ടോപ്പിക്കാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഐക്യകേരള പ്രസ്ഥാനം എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മുടെ കേരള ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗത്ത് കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നതും പരീക്ഷയ്ക്ക് നിത്യേന ചോദ്യങ്ങൾ വരുന്നതുമാണ്. 2024 LDC പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ് നിങ്ങളിപ്പോൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്നത്. ഐക്യകേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തെരഞ്ഞെടുക്കുക എന്നതാണ് ഈ ഒരു ചോദ്യം ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ പ്രസ്താവന 1947 തൃശ്ശൂരിൽ വെച്ച് കേളപ്പന്റെ അധ്യക്ഷതയിൽ ഐക്യകേരള സമ്മേളനം നടന്നു. രണ്ടാമത്തെ പ്രസ്താവന 1949 ജൂലൈ 1 നടന്ന തിരുക്കൊച്ചി സംയോജനം ഐക്യകേരളത്തിന്റെ ആദ്യ പടിയായി കണക്കാക്കപ്പെടുന്നു. മൂന്നാമത്തെ പ്രസ്താവന സർദാർ KM പണിക്കർ അധ്യക്ഷനായി ഒരു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകൃതമായി. നാലാമത്തെ പ്രസ്താവന 1956 നവംബർ 1 ഐക്യകേരളം നിലവിൽ വന്നു. തന്നിരിക്കുന്ന 4 പ്രസ്താവനകളും വായിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമെന്ന് മനസ്സിലാക്കി തന്നിരിക്കുന്ന ABCD എന്ന് പറയുന്ന ഓപ്ഷനിൽ ഏതാണ് ശരിയെന്ന് കണ്ടുപിടിക്കുക എന്നതാണ് ഈ ഒരു ചോദ്യത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ചോദ്യം നമ്മൾ കാണുന്ന സമയത്ത് തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും എല്ലാവർക്കും അറിയണമെന്നില്ല. എന്നാൽ നമ്മൾ PSC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ എത്രയോ തവണ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? അല്ലെങ്കിൽ 1953 ഫസൽ അലി അധ്യക്ഷനായിട്ട് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിയമിച്ചു എന്ന് നമ്മൾ പഠിക്കാറുള്ളതാണ്. അതായത് ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. സർദാർ KM പണിക്കർ അതിലെ അംഗമായിരുന്നു, അധ്യക്ഷനല്ല. ഫസൽ അലി ആയിരുന്നു അതിന്റെ അധ്യക്ഷൻ. അങ്ങനെയാണെങ്കിൽ 3 എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് നമുക്കിവിടെ പറയാനായിട്ട് പറ്റും. നമ്മുടെ പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്നാണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 3 തെറ്റാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ നമ്മുടെ ഓപ്ഷനിൽ 3 വരുന്ന ഓപ്ഷൻ എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിലീറ്റ് ആക്കാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ B എന്ന് പറയുന്ന ഓപ്ഷനും C എന്ന് പറയുന്ന ഓപ്ഷനും D എന്ന് പറയുന്ന ഓപ്ഷനും നമുക്ക് ഡിലീറ്റ് ആക്കാം. A എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരിക എന്ന് ആ ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടെത്താനായിട്ട് പറ്റും. അതായത് മറ്റ് സ്റ്റേറ്റ്മെന്റുകൾ ചിലപ്പോൾ നമുക്ക് അറിയണമെന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംശയം ആ പരീക്ഷ എഴുതുന്ന സമയത്ത് ഉണ്ടെങ്കിൽ പോലും നിത്യേന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതോ നമുക്ക് അറിയുന്നതോ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളിലൂടെ ഈ ഒരു ഡിലീഷൻ മെത്തേഡിലൂടെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്നും കൂടെ ചെക്ക് ചെയ്തിട്ട് വേണം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ സ്കിപ്പ് ചെയ്യാൻ എന്നത് മനസ്സിലാക്കി തരുന്ന ഒരു ചോദ്യമാണ് 2024 LDC പരീക്ഷയ്ക്ക് ചോദിച്ച ഐക്യകേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ചോദ്യം. അപ്പോൾ നമ്മളിവിടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ A ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്നും ഐക്യകേരള പ്രസ്ഥാനത്തെക്കുറിച്ച് നമുക്കൊന്ന് പഠിച്ചെടുക്കാം. ഈ ഒരു ചോദ്യത്തിൽ നമ്മളിങ്ങനെ ഡിലീഷൻ മെത്തേഡിലൂടെ പോയിട്ട് ഉത്തരം കിട്ടിയെങ്കിൽ നാളെ അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിക്ക് നല്ല രീതിയിൽ പഠിച്ചെങ്കിൽ മാത്രമേ ഐക്യകേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിന് നമുക്ക് ഉത്തരം എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് പരിചയപ്പെടാൻ പോകുന്നത് ഐക്യകേരള പ്രസ്ഥാനമാണ്. ഐക്യകേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താണ് ഐക്യകേരള പ്രസ്ഥാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? മലയാളം സംസാരിക്കുന്ന ജനങ്ങളെ ഒറ്റ സംസ്ഥാനത്തിന് കീഴിൽ കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടി നടന്ന മുന്നേറ്റങ്ങളെയാണ് ഐക്യകേരള പ്രസ്ഥാനം എന്ന് വിളിക്കുന്നത്. ഇപ്പൊ എന്താണ് ഐക്യകേരള പ്രസ്ഥാനം എന്ന് പറയുന്നത്? മലയാളം സംസാരിക്കുന്ന ജനങ്ങളെ ഒറ്റ സംസ്ഥാനത്തിന് കീഴിൽ കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടി നടന്ന മുന്നേറ്റങ്ങളെയാണ് ഐക്യകേരള പ്രസ്ഥാനമെന്ന് അറിയപ്പെടുന്നത്. ഐക്യകേരളം ഉണ്ടാക്കുന്നതിന് പ്രതിബന്ധമായി നിന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? നമ്മൾ മലയാളം സംസാരിക്കുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സംസ്ഥാനം രൂപീകരിക്കുക, ആ ഒരു ലക്ഷ്യത്തിലാണ് എന്ത് വരുന്നത്? ഐക്യകേരള പ്രസ്ഥാനം വരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പ്രസ്ഥാനം രൂപം കൊള്ളണമെങ്കിൽ, ഇങ്ങനെ ഒരു സംസ്ഥാനം രൂപീകരിക്കുന്നതിന് ചില തടസ്സങ്ങൾ ഉണ്ടാവുമല്ലോ. ആ തടസ്സങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് തുടർന്ന് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരേ ഭാഷ സംസാരിച്ചിരുന്നുവെങ്കിലും മലയാളികൾ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്ന് 3 വ്യത്യസ്ത ഭരണമേഖലകളായി ഭിന്നിച്ച് കിടക്കുകയായിരുന്നു. നമുക്കറിയാവുന്നതുമാണ്, നമ്മൾ കേരള ചരിത്രത്തിൽ പഠിക്കുന്നതുമാണ്. കേരളം ആ കാലഘട്ടത്തിൽ 3ആയിട്ട് ഭിന്നിച്ച് കിടന്നിരുന്നു. ഒന്ന് തിരുവിതാംകൂർ, പിന്നെ കൊച്ചി, പിന്നെ വരുന്നത് മലബാർ. അതെന്താണ് ഐക്യകേരള പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന്റെ ഒരു തടസ്സമായിട്ട് ഇവിടെ പറയുന്നു.
രണ്ടാമത് പറയുന്നത് മലയാളം ബഹുജന ഭാഷയായിട്ടുള്ള കാസർഗോഡ്, ഹോസ്ദുർഗ് താലൂക്കുകൾ തെക്കൻ കാനറ ജില്ലകളിൽ ഉൾപ്പെട്ടിരുന്നത്. അതായത് കർണാടകയുടെ ഒക്കെ ഭാഗമായിട്ട് വരുന്ന തെക്കൻ കാനറ ജില്ലയിലായിരുന്നു മലയാളം ബഹുജന ഭാഷയായിട്ടുള്ള കാസർഗോഡ്, ഹോസ്ദുർഗ് താലൂക്കുകളൊക്കെ ഉൾപ്പെട്ടിരുന്നത്. അപ്പൊ ഈ രണ്ട് കാരണങ്ങളാണ് പ്രധാനമായിട്ടും ഇവിടെ എടുത്തു പറയുന്നത് മലയാളം സംസാരിക്കുന്ന ഒരു ഐക്യകേരള രൂപീകരണത്തിന്റെ തടസ്സമായിട്ട് എടുത്തു പറയുന്നത്. ഐക്യകേരളം എന്ന ആശയം ശക്തിപ്പെടുന്നതിന് മുമ്പ് തന്നെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്താണ് ഇതേപ്പറ്റിയൊക്കെ അദ്ദേഹത്തിന്റെ പത്രത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന പ്രമേയം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട സമ്മേളനം ഏതെന്ന് ചോദിച്ചാൽ 1917 INC സമ്മേളനത്തിലാണ്. കൊൽക്കത്തയിൽ വെച്ച് നടന്ന INC സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആനി ബസന്റ് ആണ്. INCയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു വനിതാ പ്രസിഡന്റ് വരുന്ന സമ്മേളനം ഏതാന്ന് നമ്മൾ പഠിക്കാറുണ്ട്. 1917 കൊൽക്കത്തയിൽ വെച്ച് നടന്ന INC സമ്മേളനമാണ്. ഈ സമ്മേളനത്തിലാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന പ്രമേയം ആദ്യമായിട്ട് ഒരു INC സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന പ്രമേയം INC സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നത് 1917 കൊൽക്കത്ത INC സമ്മേളനത്തിലാണ്. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷയായിരുന്നു ചോദിച്ചാൽ ആനി ബസന്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് PSC എപ്പോഴും ചോദിക്കുന്നതാണ് INCയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാന്ന്. ഉത്തരമായിട്ട് വരേണ്ടത് ആനി ബസന്റ് ആണ്. ഏതാണ് ആ സമ്മേളനമെന്നും എടുത്തു ചോദിക്കാറുണ്ട്. 1917 കൊൽക്കത്ത INC സമ്മേളനമാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനമെടുത്ത സമ്മേളനമാണ് 1920 നാഗ്പൂർ സമ്മേളനം. 1920 നാഗ്പൂർ സമ്മേളനത്തിലാണ്, നാഗ്പൂർ INC സമ്മേളനത്തിലാണ് ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനമെടുത്തത്. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനമെടുത്ത INC സമ്മേളനം ഏതാണെന്നും PSC റിപ്പീറ്റായി ചോദിക്കുന്നതാണ്. ഉത്തരമായിട്ട് വരേണ്ടത് 1920 നാഗ്പൂർ INC ആണ്. നാഗ്പൂർ INC ആണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. അപ്പൊ ഇതിന് അടിസ്ഥാനമായ പ്രമേയം അന്ന് അവതരിപ്പിച്ചത് K മാധവൻ നായരാണ്. ഈ ഒരു സമ്മേളനത്തിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ K മാധവൻ നായരാണ്. ഈ ഒരു സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ്? C വിജയരാഘവാചാര്യാണ്. C വിജയരാഘവാചാര്യാണ് ഈ ഒരു സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. 1920 നാഗ്പൂർ സമ്മേളനത്തെ തുടർന്ന് KPCC രൂപം കൊണ്ടു. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് KPCC രൂപം കൊള്ളാൻ കാരണമാകുന്നത് 1920 നാഗ്പൂർ INC സമ്മേളനമാണ്. 1921 ജനുവരി 30 കോഴിക്കോടാണ് KPCC രൂപം കൊണ്ടത്. KPCC രൂപം കൊള്ളുന്ന സമയത്ത് 1921 ജനുവരി 30 കോഴിക്കോട് രൂപീകരിക്കുന്ന സമയത്ത് അതിന്റെ മുഖ്യ ഭാരവാഹി അറിയപ്പെട്ടിരുന്നത് സെക്രട്ടറി എന്നാണ്. അങ്ങനെ ആ ഒരു പദവിയിലേക്ക് ആദ്യമായിട്ട് എത്തിയ വ്യക്തിയാണ് K മാധവൻ നായരാണ്. K മാധവൻ നായരാണ് ആ ഒരു പദവിയിലേക്ക് ആദ്യമായിട്ട് എത്തിയത്. ഇവിടെ ആ ഒരു പ്രമേയം അവതരിപ്പിച്ച വ്യക്തിമാർ തന്നെയാണ് K മാധവൻ നായർ തന്നെയാണ്. പിൽക്കാലത്ത് KPCCക്ക് എന്താണ് ഈ സെക്രട്ടറി എന്ന് പറയുന്ന ആ ഒരു പദവിക്ക് പകരമായിട്ട് ഏത് പദവിയും കൂടെ വരികയാണ്, പ്രസിഡന്റ് സ്ഥാനം വേണമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ പ്രസിഡന്റിനെ മുഖ്യ ഭാരവാഹിയാക്കിയിട്ട് സംഘടന എന്ത് ചെയ്യാണ്, പുനഃസംഘടിപ്പിക്കുകയാണ്. അന്ന് 1925 ജൂലൈയിൽ കോഴിക്കോട് ചേർന്ന KPC യോഗം പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുത്തതുമാരെ തന്നെയാണ് K മാധവൻ നായരെയാണ്. അപ്പൊ സെക്രട്ടറി ആയിട്ട് ആദ്യമായിട്ട് വരുന്നതും KPCCയുടെ പ്രസിഡന്റ് ആയിട്ട് ആദ്യമായിട്ട് വരുന്നതും ആര് തന്നെയാണ്? K മാധവൻ നായരാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഈ രണ്ട് പദവിയും ആദ്യം വഹിച്ച വ്യക്തിയാണെന്ന് ചോദിച്ചാൽ K മാധവൻ നായരാണ്. ഇനി അടുത്തത് ഐക്യകേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് ഒന്നാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനം. 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ ഒന്നാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനം പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് നടക്കുന്നു. ഈ ഒരു സമ്മേളനത്തിന്റെ അധ്യക്ഷനാരെന്ന് PSC റിപ്പീറ്റായി ചോദിക്കുന്നതാണ്. ഉത്തരമായിട്ട് വരേണ്ടത് ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന T പ്രകാശമാണ്. ഐക്യകേരളം എന്ന ആശയം പ്രമേയമായി അവതരിപ്പിക്കപ്പെട്ട ആദ്യ സമ്മേളനമാണ് നമ്മുടെ ഒന്നാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനം. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിവിടങ്ങളിലെ പ്രതിനിധികളെ ഒരുമിപ്പിച്ച് പങ്കെടുപ്പിച്ച സമ്മേളനം കൂടിയായിരുന്നു ഒന്നാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനം. അപ്പൊ ഈ രാഷ്ട്രീയ സമ്മേളനത്തിൽ എന്താണ് ഐക്യകേരളം എന്ന് പറയുന്ന ആശയം പ്രമേയമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നു.
ഐക്യ കേരളം എന്ന ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സംഘടനയാണ് ഇത് 1927 രൂപീകരിച്ച സമസ്ത കേരള സാഹിത്യ പരിഷത്ത്. ഐക്യ കേരളം എന്ന ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് രൂപം കൊണ്ട സംഘടനയാണ് ഇത് സമസ്ത കേരള സാഹിത്യ പരിഷത്ത്. രൂപം കൊണ്ടതെന്നാണ് 1927. 1928 എറണാകുളത്ത് വെച്ച് നടന്ന അഖില കേരള കുടിയാൻ സമ്മേളനത്തിൽ അന്ന് അധ്യക്ഷത വഹിച്ചത് ലാലാ ലജ്പത് റായാണ്. ഐക്യ കേരള പ്രമേയം പാസ്സാക്കപ്പെട്ട കുടിയാൻ സമ്മേളനമാണ് 1928 എറണാകുളം ജില്ലയിലെ ഐക്യ കേരള എന്ന് പറയുന്ന ആ ഒരു പ്രമേയം പാസ്സാക്കപ്പെട്ട അഖില കേരള കുടിയാൻ സമ്മേളനം. എപ്പോഴാണ്? 1928 എറണാകുളം ജില്ലയിൽ വെച്ച് നടക്കുന്നു. അധ്യക്ഷത വഹിച്ചത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ലാലാ ലജ്പത് റായാണ്. ഇതേ വർഷം എറണാകുളത്ത് വെച്ച് നാട്ടുരാജ്യ പ്രജാ സമ്മേളനത്തിൽ ഐക്യ കേരള പ്രമേയം പാസ്സാക്കി. അപ്പോൾ ആദ്യമായിട്ട് നാട്ടുരാജ്യ പ്രജാ സമ്മേളനത്തിൽ ഐക്യ കേരള പ്രമേയം പാസ്സാക്കുന്നത് 1928 നാട്ടുരാജ്യ പ്രജാ സമ്മേളനം നടക്കുന്നത് എവിടെയാണ്? എറണാകുളം ജില്ലയിലെ 1928. അപ്പൊ ഐക്യ കേരളം എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യത്തേക്കുള്ള പടിപടിയായിട്ടുള്ള മുന്നേറ്റമാണ് ഇവിടെ ഓരോ സാഹചര്യങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. സ്വതന്ത്ര ഭാരതത്തിന്റെ ഭരണഘടന രൂപം കൊടുക്കുമ്പോൾ കേരളത്തെ ഒരു പ്രത്യേക പ്രവിശ്യയായി പുനഃസംഘടിപ്പിക്കാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്ന് കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വത്തോട് അഭ്യർത്ഥിക്കുന്ന പ്രമേയം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന പയ്യന്നൂർ രാഷ്ട്രീയ സമ്മേളനം 1928 പയ്യന്നൂർ രാഷ്ട്രീയ സമ്മേളനത്തിൽ പാസാക്കി. എപ്പോഴും ചോദിക്കാറുള്ളതാണ്, 1928 പയ്യന്നൂർ രാഷ്ട്രീയ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ആര്? ഉത്തരമായിട്ട് വരേണ്ടത് ജവഹർലാൽ നെഹ്റു ആണ്. ഇവിടെ നമ്മൾ എന്താണ് പറഞ്ഞത്? 1928 നടന്ന പയ്യന്നൂർ രാഷ്ട്രീയ സമ്മേളനത്തിൽ അതിന് അധ്യക്ഷത വഹിച്ച ജവഹർലാൽ നെഹ്റു ആണ്. ഈ സമ്മേളനത്തിൽ സ്വതന്ത്ര ഭാരതത്തിന്റെ ഭരണഘടന രൂപം കൊടുക്കുമ്പോൾ കേരളത്തെ ഒരു പ്രത്യേക പ്രവിശ്യയായി പുനഃസംഘടിപ്പിക്കാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്ന് കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വത്തോട് അഭ്യർത്ഥിക്കുന്ന പ്രമേയം എന്താണ്? കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന പയ്യന്നൂർ രാഷ്ട്രീയ സമ്മേളനത്തിൽ 1928 നെഹ്റു അധ്യക്ഷനായിട്ടുള്ള സമ്മേളനത്തിൽ എന്താണ് പ്രമേയമായിട്ട് അവതരിപ്പിച്ച് പാസ്സാക്കുകയുണ്ടായി. കൊച്ചിയിലെ ഭരണാധികാരിയായിരുന്ന കേരളവർമ്മ മഹാരാജാവ് കേരളവർമ്മ ഏഴാമൻ 1945 ജൂലൈ 29 കൊച്ചി നിയമസഭയ്ക്ക് ഒരു സന്ദേശം അയച്ചു. അതിൽ തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ചേർത്ത് സംസ്ഥാനം രൂപവൽക്കരിക്കുന്നതിന് അനുകൂല അഭിപ്രായം അദ്ദേഹം എന്ത് ചെയ്തു? രേഖപ്പെടുത്തി. ഐക്യ കേരള തമ്പുരാൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ ഏഴാമനാണ്. ആര്? ഐക്യ കേരള തമ്പുരാൻ എന്ന് അറിയപ്പെടുന്നത്. ഐക്യ കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിച്ചു. KP കേശവൻ അധ്യക്ഷനായി ഉപസമിതി. അപ്പോൾ KPCC എന്താണ്? ഐക്യ കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് KP കേശവമേനോ അധ്യക്ഷനായിട്ട് എന്ത് രൂപീകരിക്കുകയാണ്? തുടർന്ന് ഒരു ഉപസമിതി രൂപീകരിക്കുകയാണ്. ആര് അധ്യക്ഷനായിട്ട്? KP കേശവമേനോൻ അധ്യക്ഷനായിട്ട്. ഈ ഉപസമിതി KP കേശവമേനോന്റെ അധ്യക്ഷതയിൽ 1946 ചെറുതുരുത്തിയിൽ വെച്ച് കൂടിയാലോചിക്കുകയും ഒരു ഐക്യ കേരള സമ്മേളനം വിളിച്ചുകൂട്ടാൻ തീരുമാനിക്കുകയും ചെയ്തു. ഈ ഒരു ഉപസമിതി എന്താണ്? KP കേശവമേനോന്റെ അധ്യക്ഷതയിൽ 1946 എവിടെ വെച്ചിട്ട്? ചെറുതുരുത്തിയിൽ വെച്ച് കൂടിയാലോചന നടക്കുന്ന ഒരു മീറ്റിംഗ് അവിടെ ഏർപ്പെടുത്തുന്നു. എന്നിട്ട് എന്താണ്? ഐക്യ കേരള സമ്മേളനം വിളിച്ചുകൂട്ടാൻ തീരുമാനിക്കുന്നു. ഉപസമിതിയുടെ തീരുമാന പ്രകാരം കേളപ്പന്റെ അധ്യക്ഷതയിൽ എന്താണ്? ഐക്യ കേരള കൺവെൻഷൻ നടക്കുന്നു. എന്നാണ് നടക്കുന്നത്? 1947 ഏപ്രിൽ 11, 12 തീയതികളിലാണ്. എവിടെയാണ് നടക്കുന്നത്? തൃശ്ശൂരിലാണ് നടക്കുന്നത്. എപ്പോഴും PSC ചോദിക്കുന്നതാണ്. കൊച്ചി മഹാരാജാവ് കേരളവർമ്മ ഏഴാമൻ കൺവെൻഷനിൽ എന്താണ്? പങ്കെടുത്തു. ഐക്യ കേരള തമ്പുരാൻ എന്നറിയപ്പെടുന്ന കൊച്ചി രാജാവ് ഇതിൽ പങ്കെടുത്തു എന്നതാണ് ഏറ്റവും പ്രാധാന്യം. ഐക്യ കേരളം കാലതാമസം കൂടാതെ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ച ആരാണ്? ഈ മൊയ്തു മൗലവിയാണ്. ആരാണ്? ഈ മൊയ്തു മൗലവിയാണ്. പ്രമേയം പ്രയോഗത്തിൽ കൊണ്ടുവരാൻ 100 അംഗങ്ങൾ അടങ്ങുന്ന ഒരു സ്ഥിര സമിതിയും എന്ത് ചെയ്യുന്നു? യോഗം തിരഞ്ഞെടുത്തു. ഈ ഒരു പ്രമേയം പ്രയോഗത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 100 പേരടങ്ങുന്ന ഒരു സ്ഥിരം സമിതിയും എന്ത് ചെയ്യുന്നു? യോഗം തിരഞ്ഞെടുക്കുന്നു. തുടർന്ന് 1948 ആലുവയിൽ ഐക്യ കേരള പ്രതിനിധി സമ്മേളനം നടക്കുന്നു. അപ്പൊ ഇതിനു ശേഷം എന്താണ്? 1948 ആലുവയിൽ വെച്ചിട്ട് ഐക്യ കേരള പ്രതിനിധി സമ്മേളനം നടന്നു. ഇതെല്ലാം നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന പോയിന്റ് ആണ്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1948 എന്താണ്? ആലുവയിൽ ഐക്യ കേരള പ്രതിനിധി സമ്മേളനം നടന്നു. പ്രവർത്തക സമിതിയുടെ
കെട്ടുറപ്പുള്ള പ്രവർത്തനത്തിനായിട്ട് നേരത്തെ നമ്മൾ രൂപീകരിച്ച ആ 100 പേരുള്ള ഇതുണ്ടല്ലോ, അത് എത്രയായിട്ട് കുറച്ചു? 15 കുറച്ചു. ഐക്യ കേരള പ്രതിനിധി സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ആരാണ്? കെ കേളപ്പനാണ്. സെക്രട്ടറി ആരായിരുന്നു? കെ ദാമോദരൻ മേനോനാണ്. 1949 ജൂലൈ 1 തിരുവിതാംകൂറും കൊച്ചിയും സംയോജിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം എന്ത് ചെയ്യാണ്? രൂപീകരിക്കുകയാണ്. തിരുക്കൊച്ചി സംയോജനം ഉദ്ഘാടനം ചെയ്ത ആരാണ്? VP മേനോൻ. VP മേനോൻ നമുക്കറിയാം, സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ആയിട്ടുള്ള VP മേനോൻ. അദ്ദേഹമാണ് തിരുക്കൊച്ചി സംയോജനം ഉദ്ഘാടനം ചെയ്തത്. തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും രാജാക്കന്മാർ ഈ സംയോജന പ്രമാണത്തിൽ ഒപ്പുവെച്ചു. തിരുക്കൊച്ചി സംസ്ഥാനത്തെ ആദ്യ രാജപ്രമുഖായിട്ട് ആര് വന്നു? ശ്രീ ചിത്ര തിരുനാളാണ് വരുന്നത്. കൊച്ചി രാജാവിന് ഉപരാജപ്രമുഖ് എന്ന സ്ഥാനം വാഗ്ദാനം ചെയ്തെങ്കിലും അദ്ദേഹം അത് നിരസിച്ചു. തിരുക്കൊച്ചി രൂപീകരണ സമയത്തെ കൊച്ചി രാജാവാരാണ്? പരിഷത്ത് തമ്പുരാനാണ്. തിരുവിതാംകൂർ രാജാവിനെ പുതിയ സംസ്ഥാനത്തിന്റെ തലവനായി നിയമിച്ച നീക്കത്തിനെതിരെ നിരവധി പേർ എന്ത് ചെയ്യുന്നു? രംഗത്ത് വരുന്നു. ഇതേ തുടർന്ന് കെ കേളപ്പൻ ഐക്യ കേരള കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നു. മലബാറും തിരുക്കൊച്ചിയും ചേർന്ന് സംസ്ഥാനം രൂപീകരിക്കണമെന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. രാജപ്രമുഖനെ ഒഴിവാക്കിക്കൊണ്ട് കേരള സംസ്ഥാനം സ്ഥാപിക്കണമെന്ന പ്രമേയം അംഗീകരിച്ച ഐക്യ കേരള സമ്മേളനം നടന്നത് 1949 നവംബറിൽ പാലക്കാട് ജില്ലയിൽ വെച്ചിട്ടാണ്. തുടർന്നാണ് എന്ത് വരുന്നത്? നമ്മുടെ ദേശീയ തലത്തിൽ നമുക്കറിയാം ആന്ധ്ര സംസ്ഥാനമൊക്കെ രൂപീകരിക്കുന്നുണ്ട്. ഭാഷയുടെ അടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് രൂപീകരിച്ചത് ആന്ധ്ര സംസ്ഥാനമാണ്, നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അതേ തുടർന്ന് ദേശീയ തലത്തിൽ ഫസൽ അലി കമ്മീഷനെ നിയമിക്കുന്നു ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാനായിട്ട്. അങ്ങനെ 1953 ഡിസംബർ മാസത്തിൽ എന്ത് രൂപീകരിക്കുകയാണ്? ദേശീയ അടിസ്ഥാനത്തിൽ ഫസൽ അലി കമ്മീഷനെ നിയമിക്കുകയാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടന നടത്താൻ കേന്ദ്ര സർക്കാർ എന്താണ്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ നിയമിക്കുന്നു. 1953 പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വർഷമാണ്. ഇതിൽ അംഗങ്ങൾ ആരെന്ന് അറിഞ്ഞിരിക്കണം. ഒന്ന്, ഇതിന്റെ അധ്യക്ഷൻ ഫസൽ അലിയാണ്. പിന്നെ ഇതിലെ മറ്റൊരു അംഗമാണ് HN കുൻസ്രു എന്ന് പറയാം, അല്ലെങ്കിൽ ഹൃദയനാഥ് കുൻസ്രു. മറ്റൊരു മലയാളിയാണ് സർദാർ KM പണിക്കർ. ഫസൽ അലി സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം സംസ്ഥാന പുനഃസംഘടന നടന്ന വർഷം ഏതാണ്? 1955 1956 ഭരണഘടനാ ഭേദഗതി ചെയ്തു. 7ാമത്തെ ഭേദഗതിയിലൂടെ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും അങ്ങനെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ വരികയാണ്. എത്രാമത്തെ ഭേദഗതി? 7ാം ഭേദഗതി 1956. എത്ര സംസ്ഥാനങ്ങൾ വന്നു? 14 സംസ്ഥാനങ്ങൾ. എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങൾ? 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. തിരുവിതാംകൂറും കൊച്ചിയും മലബാറും സംയോജിച്ചിട്ട് കേരള സംസ്ഥാനം അങ്ങനെ രൂപം കൊണ്ടു 1956 നവംബർ 1. തമിഴർക്ക് ഭൂരിപക്ഷമുള്ള തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ 4 താലൂക്കുകളും കിഴക്ക് ചെങ്കോട്ട താലൂക്കിന്റെ ഒരു ഭാഗവും എന്തിനോട് കൂട്ടിച്ചേർത്തു? മദ്രാസിനോട് കൂട്ടിച്ചേർത്തു. അതായത് കേരളത്തിൽ നിന്ന് മദ്രാസിലേക്ക് ലയിച്ചു. ഗൂഡല്ലൂർ ഒഴികെയുള്ള മലബാറും ദക്ഷിണ കാനറ ജില്ലയിലെ കാസർഗോഡ് താലൂക്കുമാണ് കേരളത്തിന്റെ ഭാഗമായിട്ട് വരുന്നത്. അതായത് നമ്മൾ ഇന്ന് കാണുന്ന നമ്മുടെ കേരളം എന്താണ്? രൂപം കൊള്ളുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്ത് ഐക്യ കേരള പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു ചോദ്യം, ആ ചോദ്യവുമായി ബന്ധപ്പെട്ട ഐക്യ കേരള പ്രസ്ഥാനം എന്ന് പറയുന്ന ആ ടോപ്പിക്കുമാണ് നമ്മളിവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഐക്യ കേരള രൂപീകരണവുമായി പ്രധാനമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തെരഞ്ഞെടുത്ത് എഴുതുക എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. 1947 തൃശ്ശൂരിൽ വെച്ച് കെ കേളപ്പന്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള സമ്മേളനം നടന്നു. നമ്മളത് പരിചയപ്പെട്ടതാണ്, ശരിയാണ്. 1941 ജൂലൈ 1 നടന്ന തിരുക്കൊച്ചി സംയോജനം ഐക്യ കേരളത്തിന്റെ ആദ്യപടിയായി കണക്കാക്കുന്നു, അതും ശരിയാണ്. സർദാർ KM പണിക്കർ അധ്യക്ഷനായി ഒരു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകൃതമായി തെറ്റാണ്. ഫസൽ അലി എന്നാണ് വരേണ്ടത്. 1956 നവംബർ 1 ഐക്യ കേരളം നിലവിൽ വന്നു. തന്നിരിക്കുന്ന 1, 2, 4 ശരിയാണ്. ഒപ്പം നമ്മൾ ഐക്യ കേരള പ്രസ്ഥാനം എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മളിവിടെ പരിചയപ്പെട്ടിരിക്കുന്നു. ഇത്തരത്തിൽ നമുക്ക് ഓരോ ചോദ്യങ്ങളും ആ ചോദ്യവുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകളും പഠിച്ച് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് നല്ല രീതിയിൽ തയ്യാറെടുക്കാം. അടുത്ത ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.